ആരോഗ്യ ടൂറിസം രംഗത്ത് UAEക്ക് മികച്ച നേട്ടം. ആരോഗ്യ ടൂറിസത്തിന്റെ ഭാഗമായി മാത്രം കഴിഞ്ഞ വർഷം 6.91 ലക്ഷം സന്ദർശകർ ദുബായിലെത്തിയതായി ഹെൽത്ത് അതോറിറ്റിയുടെ റിപ്പോർട്ട്. 103 കോടി ദിർഹമാണ് ഇതുവഴിയുള്ള വരുമാനം. കൂടാതെ ഹെൽത്ത് ടൂറിസം മേഖലയിൽ 230 കോടി ദിർഹം പരോക്ഷ വരുമാനവുമുണ്ട്. ദുബായിൽ ബസ് ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ച് RTIയും ദുബായ് പോലീസും. RTIയുടെ പൊതുഗതാഗത ഏജൻസിയിലെ 550 ഡ്രൈവർമാർക്കാണ് 5 ദിവസങ്ങളിലായി നടന്ന പരിശീലനത്തിൽ പങ്കെടുത്തത്. ഗതാഗത സുരക്ഷ ഉറപ്പാക്കാനുള്ള പരിശീലനത്തിന്റെ ഭാഗമായാണിത്. ഖത്തറിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഹമദ് ആശുപത്രിയിൽ 1.5 ലക്ഷം റിയാലിന്റെ അടിയന്തര ചികിത്സ സൗജന്യം. ഹമദ് മെഡിക്കലിന് നേരിട്ട് കരാറുള്ള ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ ചികിത്സാ ചെലവ് രോഗി നൽകേണ്ടതില്ല. 2023 മുതൽ ഖത്തറിൽ എത്തുന്ന സന്ദർശകർക്ക് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ആരോഗ്യ മന്ത്രാലയം നടപ്പാക്കിയിരുന്നു. മക്കയിലേക്കുള്ള റോഡുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പുതിയ സാങ്കേതിക വിദ്യയുമായി സൗദി. ഉപഗ്രഹങ്ങളിലൂടെ ലേസർ സ്കാനർ ഉപയോഗിച്ച് റോഡുകളുടെ നിലവിലെ അവസ്ഥ, ആവശ്യമായ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയവ ശേഖരിക്കും. വാഹനത്തിൽ ഘടിപ്പിച്ച ഈ സംവിധാനത്തിലൂടെയാണ് വിവരങ്ങൾ ലഭ്യമാവുക. റോഡിലെ അപാകതകൾ കണ്ടെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സൗദിയിൽ പുതിയ എയർ കാർഗോ കമ്പനി സ്ഥാപിക്കുന്നു. രാജ്യത്തെ ആഗോള ലോജിസ്റ്റിക് കേന്ദ്രമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണിത്. സൗദി എയർലൈൻസിനും റിയാദ് എയർലൈൻസിനും പുതിയ എയർ കാർഗോ കമ്പനി സേവനം ലഭ്യമാകും. ഖത്തറിൽ അടുത്ത വർഷത്തോടെ 3G മൊബൈൽ സേവനങ്ങൾ നിർത്തലാക്കും. ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങളുടെ ഗുണനിലവാരവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായാണിത്. ഈ തീരുമാനത്തോടെ ഖത്തറിലെ മൊബൈൽ സേവനദാതാക്കളായ ഉരീദു, വൊഡാഫോൺ കമ്പനികൾ 3G സേവനങ്ങൾ അവസാനിപ്പിക്കേണ്ടിവരും. 4G, 5G നെറ്റ്വർക്കുകൾ വികസിപ്പിക്കാൻ 2 കമ്പനികൾക്കും അനുമതി നൽകും. കുവൈത്തിലെ ഓഫീസുകളിൽ 3 നേരം ബയോമെട്രിക് പഞ്ചിംഗ് നിർബന്ധമാക്കി. രാവിലെ ജോലിക്കെത്തുന്നവർ പഞ്ചിൻ ചെയ്യുകയും 2 മണിക്കൂറിന് ശേഷം വീണ്ടും പഞ്ച് ചെയ്ത് ഹാജർ ഉറപ്പിക്കുകയും വേണമെന്നാണ് പുതിയ നിയമം. ഇതോടെ ഓഫീസുകളിലെ ഹാജർ നില ഉയർന്നതായാണ് കണക്കുകൾ. ജീവനക്കാർ ഓഫീസ് സമയത്ത് പുറത്തു പോകുന്നത് തടയാനാണ് പുതിയ സംവിധാനം ഏർപ്പെടുത്തിയത്.